ജീവിതത്തിൽ നീ ഒറ്റപ്പെട്ടു പോയവനാണോ? ഒരുപാട് സൗഹൃദങ്ങളൊക്കെ ഉണ്ടായിട്ട്, ഒരുപാട് കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടായിട്ട്, ജീവിതത്തിൻ്റെ ഒരു നിർണായക നിമിഷങ്ങളിലൊക്കെ മറ്റുള്ളവരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടോ? അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കടം അനുഭവിച്ചിട്ടുണ്ടാവുക. മരണം വരെ കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കൂടെ വലിയ വീമ്പിളക്കിയവർ, നമ്മുടെ ജീവിതത്തിലെ ഒരു വേദനയുടെ, ഒരു പക്ഷേ രോഗങ്ങളുടെ, സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളുടെയൊക്കെ സമയത്ത് നമ്മുടെ സൗഹൃദങ്ങളൊക്കെ നമ്മിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ? അവിടെയല്ലേ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കാൻ സാധിക്കുക. നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആരാണ് ഈ ആത്മഹത്യയിലേക്ക് നടന്നു നീങ്ങുന്നവർ? ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരാണ്. ഇന്ന് സുവിശേഷത്തിൽ ഈശോ വളരെ മനോഹരമായിട്ടൊരു സംഭവം അവതരിപ്പിക്കുന്നുണ്ട്. പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് സുവിശേഷത്തിൽ നിന്ന് ഓർമ്മിപ്പിക്കുന്നത്. പിതാവ് പുത്രന് നൽകുന്ന കാര്യങ്ങൾ, പുത്രൻ പിതാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ, പരസ്പരം ഐക്യപ്പെട്ട് നിൽക്കുന്ന മനോഹരമായിട്ടുള്ള രംഗമാണ് നമ്മളിന്ന് വായിച്ച് കേൾക്കുന്നത്. നോക്കിയ സ്നേഹമുള്ളവരെ, ഐക്യമില്ലാത്തിടങ്ങളിലൊക്കെ അവിടെ വലിയ സങ്കടങ്ങളുടെയും വേദനകളുടെയും ഇടമായിട്ട് മാറും. അത് നമ്മുടെ കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഐക്യത്തിന് വേണ്ടിയാണ് നമ്മൾ കൂടുതലായിട്ട് പരിശ്രമിക്കേണ്ടത്. ഈ കാലഘട്ടത്തിലൊക്കെ അയൽപ്പക്കത്ത് ഒരു സംഭവം നടന്നാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലൊക്കെയുള്ള ഒരു മനസ്സിൻ്റെ മതിൽക്കെട്ടുകളൊക്കെ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ കൂടിച്ചേരൽ, ഒന്നായി തീരേണ്ട അവസ്ഥയൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹമുള്ളവരെ, ഒരു ഐക്യത്തിലേക്ക് വളരാൻ. സഭയിലാണെങ്കിലും നമ്മുടെ കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഇടവകയിലൊക്കെ ആണെങ്കിലും നമ്മൾ എവിടെയാണോ അവിടെ അസ്വസ്ഥതകളല്ല സൃഷ്ടിക്കേണ്ടത്, മറിച്ച് ഐക്യത്തിനുള്ള ആഹ്വാനം. പ്രശ്നങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കി അതിനെ നമ്മൾ കുറേയും കൂടിയും ക്രിയാത്മകമായിട്ട് അതിനെ ഒന്നാക്കി തീർക്കുന്ന അവസ്ഥയിലേക്ക് വളരുമ്പോഴാണ് നമ്മളൊക്കെ ഒരു യഥാർത്ഥ ക്രൈസ്തവനായിട്ട് തീരുന്ന, നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട് മാറുന്നത്, ഈശോയുടെ പ്രിയപ്പെട്ടവനായിട്ട് മാറുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്നായി തീരുക, ഐക്യത്തിലായിരിക്കുക, കൂടെ ചേർന്നിരിക്കുക എന്നുള്ളതാണ്. ഈശോ ശിഷ്യന്മാരെ വിളിച്ചത് തന്നോട് കൂടെ ആയിരിക്കാൻ വേണ്ടിയല്ലേ? പ്രഥമ ദൗത്യം തന്നെയാണ്. അപ്പോൾ ഈ ഐക്യത്തിൻ്റെ മേഖലകൾ എവിടെയൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടോ? ചിലപ്പോഴൊക്കെ പലരും ഇന്ന് ഒരുപാട് സങ്കടത്തോടു കൂടി പറയാറുണ്ട്, അച്ഛാ ചിലപ്പോൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്, മുടങ്ങാതെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നത് കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു വലിയ ഉത്തരം വിശുദ്ധ കുർബാനയിൽ നിന്ന് കാണാൻ സാധിക്കുന്നു. വിശുദ്ധ കുർബാന ഐക്യത്തിൻ്റെ കുദാശയല്ലേ? ഒന്നായി തീരേണ്ട ഇടമല്ലേ വിശുദ്ധ കുർബാന? അതുകൊണ്ട് നമുക്ക് ആരംഭിക്കേണ്ടത് ഓരോ വിശുദ്ധ കുർബാനയിൽ നിന്നും, നമ്മുടെ ഇടവകയിൽ ഓരോ വിശുദ്ധ കുർബാനയിൽ നമ്മൾ സ്വീകരിക്കേണ്ട മനോഹരമായിട്ടുള്ള ഐക്യത്തിൻ്റെ ആഹ്വാനമുണ്ട്. ഈശോ നമ്മിൽ ചേരുന്നു, നാം ഈശോയോട് കൂടിയായിരിക്കുന്നു. ഈ ഐക്യത്തിൽ നിന്നും നമ്മുടെ കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും പരസ്പരം ഒരു ഐക്യത്തോടു കൂടി യാത്ര ചെയ്യാൻ, പിതാവും പുത്രനും ബന്ധപ്പെട്ട് നിൽക്കുന്നത് പോലെ തന്നെ നാം ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ നല്ല സൗഹൃദത്തിൻ്റെ, നല്ല ബന്ധങ്ങളുടെ ഇടങ്ങൾ വളർത്തിയെടുക്കാനായിട്ട് പരിശ്രമിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.